ഇത് ഗൂഗിൾ പേ ഞങ്ങള് ഗൂഡല്ലൂര് പോവാണ് കേട്ടോ. ബിജമ്മന്റെ വീട്ടിൽ പോവാണ്. എല്ലാരും ഉണ്ട് ഗൈസ്. നമുക്ക് ഗൂഡല്ലൂര് പോവാം ഗൈസ്. നമ്മള് ട്രിപ്പ് പോവാണ്. ബിജമ്മന്റെ വീട്ടിൽ പോവാണ് ഗൈസ്. പക്ഷെ ഇതില് കേക്കട്ടെ വ്ളോഗില് നാളെ രാവിലെ തിരിച്ചു വരൂലേ വണ്ടി ഇവിടെ നിർത്തിക്കോ. കടി നോക്കണ്ട. കടി തുളപ്പൊരിയുടെ കാട്ടൊന്നും ഇനി മാറി അവിടെ കായ് ഒന്നെടുത്തു മുളകില്ലാത്ത ആ അവിടുത്തെ ചെറുതുണ്ട്. പക്ഷെ അതെ വ്ളോഗാട്ടത് ഗൈസ്. നമ്മുടെ കൂടെ കുഞ്ഞാവിയും വാവിയും കൂടെ ഉണ്ട്. പാട് 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 പാട്ട് പാട് ഗൈസ്. രാത്രി ഒരു മോൺസ്റ്റർ എനർജി ഇതൊന്നും കുടിക്കാൻ പറ്റില്ല. അവിടെ വെക്കാതെ അൾട്രാ കുടിക്കുകയാണ്. ഇത് രാത്രി പിഞ്ചു മേടിച്ചു തരുന്നതാണ്. അതെന്നാ വായിക്കട മനോഹരമായ ഒരു യാത്രക്ക് പോകാൻ വേണ്ടി വീട്ടിൽ കഞ്ഞി കൊടുത്തോ. നാലോടി എടുത്തിട്ട് കൊടുത്തുടേനോ മൊത്തം കൊടുത്തുടേനോ വേണോ? അല്ല കുറെ സ്ഥലം വാങ്ങി വേണോ? എന്താ അൾട്ര ഇങ്ങനെ കുടിച്ചിട്ട് ഈ ഇവിടെ അൾട്ര എന്തോ സ്വകാര്യൊക്കെ പറയുന്നത്. എന്റെ ലൈലേ ലൈലേ എന്റെ ലൈലേ ഞാൻ പറഞ്ഞത് പലതും പറഞ്ഞു സത്യാവസ്ഥ പറയണമെങ്കിൽ എന്താണ് താഴ്ത്തടാ അവന്റെടോ. ഞാൻ സത്യം വേണ്ട വേണ്ട. ആ കറുപ്പ് കണ്ടോ? ഇതാണ് ആ ആനയാണ്. ഞാൻ ആദ്യം വെച്ചപ്പോ പുറത്ത് പറയാണ്. ഗൈസ് ആന ഗൈസ് ആന. ഞാൻ ജോലിക്ക് വേറെ കാറ്റഗറി കൊടുക്കാൻ വേണ്ടി ചെയ്യും.
ഇനി തമിഴ്നാടായി കേരള ബോർഡറാണ് എനിക്കൊരു തുമ്മ മുന്നിലിരുന്ന മതി. ആടും വെക്കാൻ ഓസൈന ഓസൈന കണ്ണാരം പുത്ത ഞാനും വരട്ടെ ഞാനും വരട്ടെ ആടും ഓസൈന ഓസൈന ഞാൻ അടുത്തത് മാസമല്ലേ ആരാങ്കിലും പാടി വാങ്ങിച്ചിട്ട് ആറാമ പാട് ചിഞ്ചോ ഈ ക്യാമറ കിട്ടൂരല്ലേ താ വെച്ചിട്ട് താമരക്കുരുവിക്ക് തട്ടമിട് തങ്കക്കിനാവിന് കമ്മലിട് കറിയില്ലാട്ടോന്നാ വരുന്നുണ്ടേ വിമാന ചിറകിൽ സുൽത്താൻമാരത്തൊരുങ്ങിയിരിക്കാൻ ആരാടാ ഹൂറി ഇതിലാരാടാ ബീവി നസീബുള്ള ലൈലയില്ലേ ഞാനും നീയും പണ്ടേ മുഖപ്പത്തായി എല്ലാം മറന്നോ നീയും ഹാ വെച്ചിട്ടൊരു പാട്ടേ ഹാജത്ത് ഹാ ഹരിഹരദാതനം നിന്നെ എവിടെ ജേനി എന്താ വണ്ടിയേ മുട്ടൻ ബജ്ജി മുട്ടൻ ബജ്ജി ഓനൊരു മുട്ടൻ ബജ്ജി ലല്ലു ഇങ്ങോട്ട് വയ്ക്കുക ലല്ലുവിന് എന്താ വണ്ടിയേ ഓ എപ്പം പഠിച്ചതാണ് ഞാൻ എല്ലാ പരിപാടിക്കും ഒരു പരിപാടി ഇവിടെ താഴത്തോട്ടല്ലേ ഫ്ലാഷ് ഇടിണ്ടല്ലോ അത് ലെഫ്റ്റ് അല്ലേ മസാലക്കുട്ടിയാണിത് മസാലക്കുട്ടി കാട് ഇപ്പോൾ ആന മുന്നിലേക്ക് ചാടും ഇത് ആന വന്ന ബൈക്കാണ് ഇത് പുലി വന്ന ബൈക്ക് ഇതല്ലേ നേരെ ഇത് മോൾക്കല്ലേ വാടക
ഇരുത്തടാ അളിയൻ്റെ രാവിലെ എടുക്കാനുള്ളതല്ലേ അപ്പം ഇങ്ങോട്ട് ഇടാല്ലേ കാപ്പിക്കൊരു ഗൈസ് ഒക്കെ കാപ്പി. അതേ ഉള്ളൂ, ഫോട്ടോ എടുക്കാനൊന്നുമില്ല. ഹലോ ഗൈസ്, പിഞ്ചുവിൻ്റെ ബ്ലോഗിങ് അതിമനോഹരമായ ഒരു ബ്ലോഗിങ്ങാണ്. പിഞ്ചുവിൻ്റെ ബ്ലോഗിങ്ങിലൂടെ ഞാൻ എൻ്റെ ബ്ലോഗിങ്ങിനെ ഇത് ചെയ്യുകയാണ്. മൈ നെയിം ഇസ് ജോബിൻ ജോണി, മൈ നിക് നെയിം ഇസ് പെപ്പിൾസ്. എല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ പറഞ്ഞെടുത്തില്ല. നിങ്ങളെ ഞാൻ രണ്ട് കമ്മൽ ഞാൻ ഊരി വെച്ച് വേണ്ടി പോയപ്പോൾ ഊരി വെച്ചാണ്. അല്ലാതെ കുറച്ചുകൂടി ഇത് നിങ്ങൾക്ക് കാണാമല്ലോ. ഞാൻ അടുത്ത ദിവസം ആട്ടെ പരിപാടി ഉണ്ട്. അപ്പൊ നമ്മള് സബ്സ്ക്രൈബേഴ്സ് കണ്ടു പോകും. നിങ്ങൾക്ക് ഞാൻ കോട്ടയത്തെ പറ്റി പരിചയപ്പെടുത്തുന്നത് പിഞ്ചുവിന്റെ വ്ളോഗുകളിൽ കൂടെ അതെല്ലാം വ്യക്തമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കോട്ടയം സ്റ്റൈൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അതാണ് നമ്മുടെ ഇത് ഉടനെ. ഓക്കെ ഗൈസ്, അവിടെ ഇരുന്നോ, അവന്റെ അടുത്ത് ഇവിടെ ഇരുന്നോ, സോഫമ്മല് കയറിയിരുന്നോ. എങ്ങനെയുണ്ട് കുഞ്ഞാവേ ഫുഡ്? ഇനിയും ചോറ് ഇട്ട് തന്നെ. ആ ഒരു സാമ്പാറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതല്ലേ, ആ സാമ്പാറിന് ഓരോ കഷ്ണങ്ങൾക്കും എന്തൊക്കെയോ നമ്മളോട് സംസാരിക്കാനുള്ള. ഈ സാമ്പാർ ഇവിടെ വന്നാൽ മാത്രമേ റെസിപ്പി അപ്ലോഡ് ചെയ്യാം. ഇതിന്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. ബീവിച്ചമ്മനോട് ചോദിക്കണം റെസിപ്പി. അതെ, ഇത് വെച്ച ആളുടെ ഇതാണ്. പിന്നെ പച്ചക്കറികളുടെ ഒരു കലവറ. ഇതിനകത്ത് ഈ ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റിന്റെ ഒരു കഥ പറയണ്ട. അതാണ് ക്യാരറ്റ്. അലിഞ്ഞു പോയിരിക്കുകയാണ്. വേവൊക്കെ കറക്റ്റ് അല്ലേ? വേവിനെക്കാട്ടും കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. കേരള സർക്കാർ മൊത്തം സാമ്പാറിന്റെ മസാല. എന്നാ സാമ്പാർ അല്ല താനും. സാമ്പാർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് കേരളത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു സാമ്പാർ ചിക്കൻ കറി എങ്ങനെയുണ്ട്? നമ്മള് കണ്ടേ. ഇത് എന്റെ ബ്ലോഗാണോ അത് എന്റെ ബ്ലോഗാണോ? പുള്ളി ആ കുരുമുളകിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് അല്ലേ?
നാടൻ കുരുമുളകാണെന്ന് തോന്നുന്നു. നമ്മളെ സ്വന്തം കടയിൽ നിന്ന് മേടിക്കുന്ന കുരുമുളക്. അതിന്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ആ ഫ്ലേവറാണ് മുന്നേ നിൽക്കുന്നത്. അത് കാരണം നമ്മള് പിന്നെയും പിന്നെയും കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ആവേശം കൊള്ളിച്ചു, വയററിയാതെ കഴിക്കാൻ വേണ്ടിയുള്ള ആവേശത്തിലാണ് നമ്മളിപ്പോ. അടിപൊളിയല്ലേ? ഓരോ ബൈക്കിലും ഉണ്ടല്ലോ ഓരോ കഴിക്കുന്തോറും കണ്ണിന്ന് വെള്ളം കയറുന്നോ? കഴിക്കുന്തോറും ടേസ്റ്റുകൾ മനസ്സിലാകുന്നില്ല. എന്തൊക്കെ ഓരോരോ വെയിറ്റിലും ഓരോ. മാവയ്ക്കൊന്നും പറയല്ലേ? മൊങ്ങൾക്ക് എന്തെങ്കിലും പറയൂ ഫുഡിനെ പറ്റി. ഇത് വളരെ നല്ലൊരു ഇതാണ്. ഈ വെള്ളത്തിന് പോലും ഒരു പ്രത്യേക എന്താണ് ഒരു പ്രത്യേക ഒരു രസം. ഓ അതിന്റെ ഇതിനകത്ത് ചോറും പറ്റുണ്ട്, അതിന്റെ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത്രയും നാളെ ഒരു വെള്ളം കുടിക്കുമ്പോ 2 പറ്റ അതിനകത്തിട്ട ഒന്നും പറയണ്ട. ഇഞ്ചാത്ത കഴിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഒരു ബൈറ്റ് എടുക്ക്, ബൈറ്റ് എടുക്ക. നമ്മളെന്നാ മുഖത്തെ എക്സ്പ്രഷനിൽ നിന്ന് റൊണാൾഡോയുടെ റൊണാൾഡോ പീസും കൂട്ടി അടിക്കാനായിട്ടുള്ള ഇതിലാണ്. ഇതാണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം എന്നാൽ പീസും കൂട്ടി അടിക്കാന്ന് കരുതി. കുഞ്ഞുവാണെങ്കിൽ ഭക്ഷണം കഴിഞ്ഞിട്ട് ചെരിഞ്ഞിരിക്കുകയാണ്. ഓ റൊണാൾഡോ, നിങ്ങളിത് കാണുക. റൊണാൾഡോ കഴിക്കുന്നത്. അതെ അതെ കഴിഞ്ഞ സുഹൃത്തുക്കളെ, പുലി കാണണം എന്നൊരാഗ്രഹത്തിലാണ് ഞങ്ങൾ ഇന്ന്. പുലി വന്നില്ലേ? എന്നാ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടു എന്നാണ് കുറച്ചു മുമ്പ് പറഞ്ഞത്. ഞങ്ങൾക്ക് വേണ്ടി അങ്കിൾ ഇതാണ്ട് നമുക്ക് പുലിയെ കണ്ടു. എന്താണ് അങ്കിൾ ഇതാണ്ട് നമുക്ക് ഇങ്ങോട്ട് പോകാം. അങ്ങനല്ലേ അങ്കിൾ ഇതാണ്ട് കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടതിനെ പറ്റിയുള്ള ആ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ക്യാമറ അങ്കിളിന്റെ തിരിക്കുന്നതായിരിക്കും. അങ്കിൾ പുലിയെ കണ്ടതിന്റെ ആ ഒരു ഇത് 3-ലിട്ടാ ഇത് കൈമ ചോറ. അത്ര 2 മണ്ണിന് മതി. അങ്കിളുടെ തൊള്ള കയറി അതാ പോ. അല്ല, എവിടെ വെച്ചിട്ടാണ് താങ്കൾ കണ്ടിട്ടുണ്ടായിരുന്നത്? ഒരു വീഡിയോ കളിച്ചിരിക്കുകയായിരുന്നു. അല്ല, കാര്യത്തില് പുലി ഉണ്ടായിരുന്നോ? നമ്മ ഇന്ന് പുലിനെ വെയിറ്റ് ചെയ്യാന്ന്. മുടിയോ? അതെന്താ കുതിര? പെൺപുലിക്ക് നല്ല മോഡേൺ പുലിയായിരുന്നു തോന്നുന്നു. വിജയമ്മ വിളിച്ചാണ് ഒരു ദിവസത്തെ ആഹാരം തരാൻ വീട്ടിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തേക്കുള്ളതായിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ ആകട്ടെ. ചിക്കനും കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. അതെ, ഇനി ഞങ്ങൾ ഇവിടെ ഉള്ള വ്ളോഗാണ് കിടത്തം. എന്താ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നു പുതിയ ഒരു പായയെ പറ്റിയാണ്. അതെ അതെ, ഞാനൊരു സംശയം കേട്ടത് എന്റെ വ്ളോഗാണോ അതോ എന്റെ വ്ളോഗാണോ? ഇത് നമ്മുടെ നാട്ടിലെ പായയുടെ സൈസ് വെച്ച് നോക്കിയാൽ ഒരു 3 പായക്ക് ഇവിടെ 2 പേര് സുഖമായിട്ട് കിടക്കുന്നുണ്ടോ? 2 ബാക്കിയുടെ പോയി. ഇത് കണ്ടില്ലേ, ഇതിന്റെ മൊത്തം വലിപ്പങ്ങൾ കാണും. ഇതിന്റെ നീളം ഒന്ന് കാണേണ്ടതാണ്. ഇതിന്റെ വില എന്താ വിജയമ്മേ? ഇതിന്റെ വില എന്താ? 750 രൂപയാണ് ഗൈസ് ഇത് നമ്മൾ കൊടുക്കുന്നത്.
നിങ്ങളിത് വേണമെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. നാട്ടിൽ ഞങ്ങൾ ഡെലിവറി അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഇത് കേട്ടോ, ഒരു റൂം മൊത്തത്തിൽ നമുക്ക് നിറയ്ക്കാനായിട്ടുള്ള വലിപ്പമുണ്ട്. വിശാലമായിട്ട് ഒരു 2 ഫാമിലിക്ക് ഒന്നിച്ച് കിടക്കാം. അതാണ് ഇതിന്റെ സൈസ്. അതാ, ഓ കാണും നിങ്ങൾ ഇതിന്റെ വലിപ്പം. 2 ഫാമിലിക്ക് സുഖമായിട്ട് കിടക്കാം. ഇതൊന്ന് പിടിച്ചു, ഞാനൊന്ന് കിടക്കുന്നത് നിങ്ങൾ നോക്കൂ. ഇങ്ങനെയാണ് ഇതിൽ കിടക്കുക. അങ്ങനെ എന്നെ പോലെ ഒരു 10 പേർക്ക് സുഖമായിട്ട് അതെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ ബന്ധപ്പെടുക. 750 രൂപ മാത്രം, ലിമിറ്റഡ് ഓൾ ഇന്ത്യ ഡെലിവറി. ഓൾ ഇന്ത്യ ഡെലിവറി. ബന്ധപ്പെടുക, പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. ഇപ്പോഴാണെങ്കിൽ ഒരു പ്രത്യേക ഓഫർ ഉണ്ട്. അതെ അതെ, 2 പായ എടുത്ത ഡെലിവറി ചെയ്യുന്നത് ലാഭവും. ഇത് നമ്മളെ ബിസിനസ്. ഗൈസ്, ഞങ്ങളെ സാധനങ്ങള് എന്താ ചായ കുടിക്കേ? ഇപ്പൊ സമയം എത്രയായത്? ഇപ്പൊ 12:45 ഗൈസ്, 12:45. പുലി, ആന, മറ്റു കാട്ടുമൃഗങ്ങളെല്ലാം വരുന്ന സമയം. പല പുള്ളികളിലുള്ളത് അവൈലബിൾ ആണ് അല്ലേ? പല ഡിസൈന് ഉണ്ടല്ലേ. നല്ല തണുപ്പുണ്ട് ഗൈസ്. സമയം 12:45. നമ്മൾ ഈ കോപ്രായങ്ങൾ സാധനങ്ങളൊക്കെ ഇറക്കി. ഇനി ഒരാഴ്ച ഇവിടെയാണ് അല്ലേ? ഇത് പണ്ട് ഹണിമൂൺ ട്രിപ്പ് പോയതാണ് ഹിന്ദുസ്. അന്ന് അവിടുന്ന് ആരും വേണാതെ അടിച്ചോണ്ട് പോകുന്നത് ബ്ലാങ്കറ്റ് അവിടെ നല്ല നോക്കിയപ്പോൾ കണ്ടിട്ട് തന്നെ ഉറപ്പായിട്ടും ഇതിന്റെ ഇങ്ങേയറ്റത്തായിട്ട് അവരുടെ ഇതുണ്ടായിരുന്നു. അതിൽ കാണാനുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ അഡ്വക്കേറ്റും എല്ലാമായ മുർഷാന അവറുകളെ ഞാൻ ബഹുമാനപൂർവ്വം ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. എന്ത് ഒരു ആവശ്യത്തിനും ഏതൊരു കാര്യത്തിനും ഒരു മിസ് കോൾ അടിച്ചാൽ അപ്പോൾ തന്നെ തിരിച്ചു കോള്. എന്താണ്, എന്ത് പറ്റി, എന്താണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരേണ്ട സഹായം. നമുക്ക് അപ്പോഴേ 24 മണിക്കൂറും ഇത്രയും ആക്റ്റീവായിട്ട് ഞാൻ കേരളത്തിലൊരു ഞാൻ മാത്രമല്ല എന്റെ സുഹൃത്തുക്കളായ എല്ലാവരുടെയും എന്തൊരാവശ്യം എങ്ങനെ സാധിക്കണം. ഞങ്ങളുടെ ഡീലിന്റെ എന്റെ ഡീലിന്റെ ആശാനാണ് എന്റെ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ ഡീല് പിടിക്കപ്പെട്ട് പൊട്ടിപ്പോയിട്ട് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തമാക്കി തന്നത് മുർഷാന ഫാത്തിമയാണ്, അഡ്വക്കേറ്റ്. എന്നാലും സുഹൃത്തുക്കളെ, ഈ സായം സന്ധ്യയിൽ ഇത് മറ്റേ എനിക്ക് പറയാനുള്ളത് ദിലീപ് മറ്റേ ആ സിനിമയുടെ പേര് പാപ്പിയപ്പച്ചല്ലേ ആ വെല്ലുമൊക്കെ പൈസ എടുത്ത് പറയണം. നാളെ ഞാൻ പ്രസംഗം ഞാൻ കമ്പനിക്ക് കുട്ടികളെ കമന്റിൽ പറയും ഇവരെ ഞാൻ ഒഴിവാക്കണം കൂട്ടണം. 5 മണിക്ക് വിളിക്കാം. രാത്രിക്കത്തെ മഞ്ഞൊന്ന് കണ്ടിട്ട് വരണം. ഞാൻ തോന്നുകൊണ്ട് ഏതായാലും ഒന്ന് മഞ്ഞ് കണ്ടിട്ട് ഒരു ചായ കുടിച്ചിട്ട് ഇരുന്ന് കാണുത്. അതാണ് എന്റെ മെയിൻ ഗൈസ്. ബ്ലോഗർ ആയതുകൊണ്ട് ഇപ്പൊ എന്റെ ചെറിയ ബ്രദർ എനിക്ക് സമ്മാനിച്ച പവർ ബാങ്ക് ആണിത്. അവന് എനിക്ക് ഇത് ഇപ്പൊ ഐഫോൺ കുത്താം, ആൻഡ്രോയിഡ് കുത്താം, ഇങ്ങനെ എടുത്തിട്ട്. അപ്പം എനിക്ക് അവൻ തന്നതാണ് ഇത് ഫ്രീ ആയിട്ട്. അവൻ എനിക്ക് ബ്ലോഗിന്റെ സപ്പോർട്ടിന്റെ ഭയങ്കര സപ്പോർട്ടിങ് ഫാമിലിയാണ്. അല്ലേ കുഞ്ഞ്? ഈ പവർ ബാങ്ക് അവൻ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തതാണ് ബിജാമി. വെറും 1500 രൂപ തന്നാൽ മതി.
ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് 2016 മോഡൽ. ഞാൻ ഇല്ലാത്ത ബ്ലോഗോ ഞങ്ങൾ 3 വണ്ടികളായിട്ടാണ് ഇവിടെ എത്തിയത്. ഞങ്ങൾ ഏകദേശം ഒരു ഓ ഞങ്ങൾ ഇന്നിവിടെ ഏകദേശം ഒരു നൈറ്റ് ഡ്രൈവിന് പോവാണ് അല്ലേ? നൈറ്റ് ഡ്രൈവിന് പോവുകയാണ്. ഞങ്ങൾ പാണ്ടിച്ചായും കൊതമ്പടയും കഴിക്കാൻ പോവുകയാണ്. അല്ല പടം ഉണ്ടാക്കുന്ന അതാണ് കൊതഞ്ഞ പിന്നെ കശുമ്പട പിഞ്ചുവിന് അത് കഴിക്കണം അതിയായ ആഗ്രഹത്തിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. പിഞ്ചു ഇതാണ്ട് ബൈക്കിന്റെ ഗിയറുള്ള വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ഉള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഞ്ജു വാര്യറിനെ പോലൊക്കെ ഉണ്ട്. BMW ആയിട്ട് നടക്കുന്ന ഒരു ഫീലുണ്ട്. ഞാൻ അതിസാഹസികമായി ഞാൻ അവിടെ വരെ പോകാൻ പോലെ കാരണം അവിടെ തൊട്ടപ്പുറത്താണ് ആനുള്ളത്, തൊട്ടപ്പുറത്ത് പുലി. ഞാൻ അതിസാഹസികമായി അവിടെ പോയി. നിങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങൾ ചിലപ്പോ ആ പോകുന്ന പോക്കിൽ പുലി പറന്നൊന്ന് ഒരു ഇതേതോ ഇത്രയും സൈസിൽ ഓടിയൊന്ന് പുലി പിടിച്ചോണ്ട് ഐഫോണ് ചുളിയിലൊരു ഐഫോൺ. പിന്നെ എന്നെ തൊടാൻ പറ്റില്ല. ഗൈസ് വളരെ ബ്യൂട്ടിഫുൾ ഉണ്ട്. ഇത് വള്ളയാണല്ലോ മുന്നേ. ഇല്ല 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 ഭയങ്കര നാച്ചുറൽ അത്. അതെ അല്ലേ? നന്മയുള്ള ഞോലെ ഇറക്കാൻ എന്താ വേണ്ടി? കോണിയാണോ? കണ്ടോ തണുപ്പ് കൈസ് വിറക്കുണ്ട് ഇവിടെ. 1:55 ഇവിടെ എന്താ ചായ അടിക്കാൻ പോവല്ലേ? കൈ വിറച്ചിട്ട് കൈ വിറക്കില്ലേ? എന്ത് ചെയ്യല്? അവിടുത്തെ പന്നി നല്ല വരട്ടിയാണ് കഴിച്ചത്. ഇതാണെങ്കിൽ നമ്മൾ വളർന്ന പന്നിയ വരട്ടിയാണ് കഴിച്ചത്. എന്ത് ടേസ്റ്റ് ഇവര് വരുന്നതിനകത്ത് പപ്പി ഇതെടുത്ത് ടേബിള് വെച്ചപ്പോഴത്തേക്കും ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് തീർച്ചയാന്ന് ചോദിച്ചത് അപ്പ പറഞ്ഞില്ലേ ഇത് കിട്ടിയത്. അപ്പോഴാണെങ്കിൽ അപ്പോഴും പറയില്ല കൊണ്ട് അന്വേഷിക്കണം ചോദിച്ചു. അപ്പൊ മുത്തൊക്കെ മനസ്സിലായിച്ചു എവിടാണ് എന്റെ സൗണ്ട് ഒന്നും കേൾക്കുന്നുണ്ടല്ലോ? വിവരമൊന്നും ഇല്ലല്ലോ.
എന്ത് കള്ളനോ? ഫോണിന്റെ ഫ്രണ്ടിലെന്താ ഫോട്ടോ ഇല്ല വാൾപേപ്പർ ഞാൻ പറഞ്ഞു മറ്റേ വാൾപേപ്പർ എനിക്ക് എന്താ വേണ്ടേ? നമ്മൾ 3 മണിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഏഷ്യൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ സാധന സാമഗ്രികൾ തേടിയുള്ള യാത്രയിലോട്ട് ഞങ്ങൾ കിടക്കുകയാണ്. എല്ല് കിട്ടും. നേരത്തെ കപ്പ എവിടുന്ന് ഒപ്പിക്ക? എല്ല് വല്ല പുലിന്റെ മുന്നിൽ എത്ര മണിക്ക് പോയാൽ എല്ല് കഴിച്ചു നിർത്തിവെക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. പെമ്പിള്ളേര് വന്നു. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞിട്ട് 2 ദിവസം ഇവരാണ് വന്നിട്ട് 4 മാസം 3 മാസമാണ്. അപ്പൊ നമുക്ക് മിസോറാമിനെ കാണാൻ ഇവരൊക്കെ നമ്മളവിടെ കൊല്ലത്തിന്റെ വൃത്തിയുമായുള്ള നമ്മൾ ബാക്കിയുള്ള എല്ലാ ആ ഒരു സീൻ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ചാനൽ കുറച്ച് പഞ്ചാര വെള്ളം പോകത്തായിരിക്കും. സാധനം മര്യാദ പരിപാടി കൊന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം എണീറ്റെന്ന് തോന്നുന്നു. ഉറങ്ങണ ഒരാളെ വിളിച്ചിട്ട് ഏഷ്യാഡ് ഉണ്ടാക്കാന്ന് പറയുന്നത് കേക്കുണ്ടോ? ഒന്ന് പഠിക്കാൻ എന്താണ് കാണിക്കണം? ഇത് ഫോറിൻ പോലീസ് ഇതിന്റെ പേരാക്കരുത്. എർത്ത് ഷോക്കാണ്. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ബലം പിടിച്ചിരിക്കുന്ന മനുഷ്യനാണെങ്കിലും പെട്ടെന്ന് തന്നെ താഴ്ത്ത് വരും. നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടി